എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് പോകുന്ന ഒരാള് സൈഡിൽ തുറുപ്പ് ചീട്ട് ഈ നെറിയാണ്. അതുപോലെ തന്നെ പോട്ടെ. ഇങ്ങനെ സ്വന്തമായിട്ട് ആലോചിക്കുന്നുണ്ടോ ഇത് ഹിറ്റ് എന്ത് തുറുപ്പ് സ്റ്റാർ തൂക്ക് സ്റ്റാർ. അപ്പൊ തൂക്ക് സ്റ്റാർ പറയൂ, തുടർച്ചയായിട്ടുള്ള വിജയം താങ്കൾക്കൊരു ഭാരമായി തോന്നുന്നു? ഇല്ല, ഒട്ടുമില്ല. കുറെ കാലം പരാജയമായിരുന്നല്ലോ, അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള വിജയം കുറച്ചുകൂടെ പോട്ടെ. അല്ല, ഇത് കുറെ പോട്ടെ, അങ്ങനെ പോട്ടെ. അല്ല, ഒരുപാട് സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കാലം ഇതിനെ പറയുകയാണ്, അത്ര ആഗ്രഹിച്ചാണെന്ന് കിട്ടിയ ഒരു ചാൻസ് ആണ്. അപ്പോൾ ഇതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ണി, ഇതിന്റെ ഡയറക്ടർ ഉണ്ണി ശിവലിംഗ്. അദ്ദേഹത്തെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ തന്നെ. അത് ഇപ്പൊ പ്രൊഡക്ഷനും കൂടെ സമ്മതിക്കാതെ പറ്റില്ല. അപ്പോൾ സന്തോഷ് സാർ, STK ഫ്രെയിം സന്തോഷ് സാർ, അതുപോലെ ബിനു ചേട്ടൻ, ബിനു ജോർജ്, അലക്സാണ്ടർ, അവരുടെയൊക്കെ സപ്പോർട്ട്. പിന്നെ അതുപോലെ അല്ലേന് ഉദയൻ, മണി, കുമാർ, അല്ല എല്ലാവരും, അത് ഹോൾ ക്രൂവിന്റെ ഒരു ഭയങ്കര എഫേർട്ടാണ്. കാരണം ഇത് ഇപ്പൊ ഷെയ്ൻ ആണെങ്കിലും, ഷെയ്ന് ഇത്രയും സിനിമ മാറ്റി വെച്ചിട്ടാണ് ഇവൻ ഈ പ്രാക്ടീസിനൊക്കെ വരണത്. ഇപ്പൊ നമ്മൾ പ്രാക്ടീസിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം പ്രാക്ടീസ് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഷെയ്ൻ മലയാളത്തിൽ സജീവമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാള് ഒരു മാസം 1.5 മാസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് പ്രാക്ടീസിന് വരുന്നു. അപ്പൊ ആ എഫേർട്ടൊക്കെ കൊണ്ടാണ് ആ ബോണ്ടിങ്ങും, അല്ലെങ്കിൽ ആ ഇതിലിപ്പോ എല്ലാവരും ആക്ഷൻ സീക്വൻസ് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്കുന്ന എല്ലാവരും ആ തിയേറ്ററിൽ ഭയങ്കര രസമുണ്ട്, എങ്ങനെ ഇത്രയും ഫ്ലെക്സിബിൾ ആയി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ. അപ്പോൾ 1.5 മാസത്തെ ട്രെയിനിങ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഷെയ്ൻ ആണെങ്കിലും ശാന്തനു ആണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും, നമ്മൾ കബഡി അതിൽ കളിച്ച എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു കേട്ടോ. അത് എല്ലാവർക്കും ഒരുമിച്ചായിരുന്നു. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും, അതിൽ കുറെ പേര് പ്ലെയേഴ്സ് ആണ്, അല്ലാതെ അഭിനയിച്ച കാസ്റ്റ് ആയിട്ടുള്ളവർക്കും ട്രെയിനിങ് കൊടുത്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ എല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ള ഒരു എഫേർട്ട്, ഇങ്ങനെ അപ്രിസിയേഷൻ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, കന്നി സ്വാമി എന്നൊക്കെ പറയുന്ന പോലെ കന്നി എൻട്രി അങ്ങോട്ട് കിടുക്കനാക്കി വെച്ചേക്കാണ് ജക്സൺ. എല്ലാവർക്കും അല്ലേ? തൂക്കി സ്റ്റാർ, തുറുപ്പ് സ്റ്റാർ, കന്നി സ്റ്റാർ. കന്നി സ്റ്റാർ പറയൂ. നീ സൂപ്പർ സ്റ്റാർ അല്ലേ? അല്ല, ഇത് മൾട്ടി സ്റ്റാർ. പിന്നെ നല്ല സ്റ്റാർ, എനിക്ക് കഞ്ഞി സ്റ്റാർ. കന്നി കന്നി ഏത് സ്കൂളിലാണ് നീ പഠിപ്പിച്ചത്? ഗൈസ്, നിങ്ങൾക്ക് അറിയുമോ ഈ മനുഷ്യൻ ഒരു നാഷണൽ കബഡി പ്ലെയർ മാത്രമല്ല, സ്കൂളിലെ സാറും കൂടിയാ. അതെ, ഇപ്പൊ PT സാർ എങ്ങനെയുണ്ട്? സാധാരണ ഞങ്ങൾക്കൊക്കെ ഏറ്റവും എന്തോരം ലേഡീസ് ഫാൻസ് ആണെന്നറിയാതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇയാളുടെ ലുക്ക് വിട്ട്, പോസ്റ്റർ ലുക്ക്. ഞാൻ നോക്കുമ്പോഴത്തേക്കും സകല പെൺപിള്ളേരും വന്ന് സ്കൂളിലെ PT സാറാണോ എല്ലാവരും വന്നു, സാറേ ഭയങ്കര കമന്റുകളല്ലേ. വീട്ടിലെ പൊട്ടിക്കെന്ന് പറഞ്ഞ ടെററാണിത്. ഓക്കെ, സാറിന്റെ കുട്ടികളുടെ റെസ്പോൺസ് മാത്രമല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാവരും? ഭയങ്കര സന്തോഷം. നമ്മുടെ ഫസ്റ്റ് പടമല്ലേ, അപ്പൊ അത് തന്നെ ഇത്രയും നല്ലൊരു റെസ്പോൺസ് എല്ലാവരുടെയും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നാട്ടിലൊക്കെ എല്ലാരും ഭയങ്കര ഫ്ലെക്സ് വെച്ചോ? വെച്ച് സ്വന്തമായിട്ട് വെച്ചോ? സ്വന്തമായിട്ട് അതിനുള്ള കാശില്ലല്ലോ. നാടിന്റെ പൊന്നോമനയ്ക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമായിരുന്നു. ഉദ്ഘാടനം സ്കൂള് ചെറിയ ഉദ്ഘാടനമൊക്കെ. ജക്സൺ അവൻ പഠിപ്പിച്ച സ്കൂളിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. പിള്ളേരെല്ലാരും കൂടെ ജക്സനെ പൊതിയുന്ന ഒരു വീഡിയോ. ആദ്യത്തെ പടത്തിലൊക്കെ ഇത്ര ആരാധനയെ വലയുണ്ടാവുന്നത് പറഞ്ഞല്ലോ. അതെനിക്ക് അതാണ് ഒരു പേടിയുണ്ട്, എന്താവോ. ഇപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കല്ലേ, അപ്പം ഷെയ്ൻ ചേട്ടന്റെ അടുത്ത് എന്തെങ്കിലും, കാരണം ഇപ്പൊ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, ഇങ്ങനെ ബുക്ക് കൊണ്ട് നടന്നോ ഓരോന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്? നോട്ട് ചെയ്യാൻ ഞാൻ പറട്ടെ, ഷെയ്ൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്നുവെച്ചാ അല്ല, ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചേട്ടന്റെ സ്ഥാനം കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് പ്രശ്നം. ആ സമയത്ത് നമുക്ക് അഭിനയത്തിന്റെ കാര്യം ഉണ്ടെങ്കിൽ ഷെയ്ൻ ചേട്ടൻ പറഞ്ഞു, ശാന്തനുണ്ടോ അങ്ങനെ തന്നെ. ഇപ്പൊ കബഡിയുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഐസായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഷോട്ടിന് മുമ്പ് നമ്മളിപ്പോ കബഡി ഷെയ്ൻ ചേട്ടാ അത് ഇത് ഇങ്ങനെ നോക്കണോട്ടെ, ഇങ്ങനെ കൈ നീട്ടണോട്ടെ, കൈ ഇങ്ങനെ ലൂസ് ആക്കണോട്ടെ, എല്ലാം വന്ന് പറയുക, കൃത്യമായിട്ട് പറഞ്ഞു തരും. ചെറിയ ചെറിയ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഐസ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവരെനിക്കും എങ്ങനെയാണ് ചെയ്യണ്ടേ, നമുക്ക് ഒരു പിടിയില്ല. അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ഇവൻ അടിപൊളി ആക്ടറാണ്, അത് കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട്
അത് പടം കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നാച്ചുറൽ ഒരു ടാലന്റ് ഇവന്റെ ഉള്ളിലുണ്ട് എന്നുള്ള നിസ്സംശയമാണ്. നീ കബഡിക്ക് പോകുന്ന പണ്ടേ ചിലപ്പോ ഇതിലോട്ട് വന്നാണെങ്കിൽ പണ്ടേ ശ്രമിക്കുന്നുണ്ട്, ഇപ്പഴല്ലേ കിട്ടുന്നത്. അതെ അതെ, നമ്മള് ആ വഴിയാണല്ലോ, അതുകൊണ്ടാണല്ലോ കുറച്ചുകൂടെ കബഡി നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ സിനിമയിലെ മെയിൻ ആയിട്ട് കാര്യം, ചില സിനിമകളിൽ ഇപ്പം നായകൻ നിന്നടിക്കുന്നു, നായകന്റെ ഫൈറ്റ് മാത്രം കിടില്ല, ബാക്കി കൂടെയുള്ള കൂട്ടുകാരൊക്കെ കുറച്ചടിയൊക്കെ കൊണ്ട് വീഴുന്നു. പക്ഷെ ഇത് അങ്ങനല്ല, നായകൻ വീണിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ബാക്കിയുള്ളവരും വീഴുന്നു, നായകൻ എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നു. ഈക്വൽ ആയിട്ട് സാധനം പോയിട്ടുണ്ട്. ഇത് ഒരു നായകൻ പടം എന്നുള്ള രീതിയിലല്ല, ഇത് 4 ഫ്രണ്ട്സിന്റെ പടമാണ്, 4 കൂട്ടുകാരുടെ പടമാണ്. 4 കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമ. അതില് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും എനിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ശാന്തനു ബായിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ശാന്തനു ബായിക്ക് കൊടുത്തിട്ടുണ്ട്, ശിവക്ക് കൊടുക്കേണ്ട ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്, ജക്സന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ വില്ലന്മാരുടെ കയ്യിലും നോക്കിക്കോ, നമ്മൾ ഒരു ക്യാരക്ടർ പറഞ്ഞ വെറുതെ അല്ല ഈ പടത്തിൽ. എല്ലാവർക്കും പ്രീതിയുടെ ക്യാരക്ടർ വെറുതെ ഒരു പാട്ടിന് വേണ്ടി വന്ന ക്യാരക്ടർ അല്ലല്ലോ. സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമ കണ്ടവർക്ക് അറിയാം. അതാണ് അങ്ങനെ ഒരു കൃത്യമായ സ്പേസ് എല്ലാവർക്കും അടയാളപ്പെടുത്തി തന്നെ അവർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് സിനിമയെ മാത്രമല്ല ജീവിതത്തിലും ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ഷർട്ടുകൾ മാറുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ പ്രേക്ഷകരെ നിങ്ങൾ ബാക്കിയുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്, ഒന്നല്ല രണ്ടല്ല ഇതെല്ലാം ഒന്നുള്ളൊരു സാധനം. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സ് മേടിച്ച് അതാ ഹോസ്റ്റലിലെ മൊത്തം പിള്ളേർക്കുള്ള അതേപോലെ ഉണ്ട്. ഭയങ്കര സ്നേഹമാണ് ഞങ്ങള്. ചുമ്മാ സട്ടയെ മാട്ടിപ്പോടുற ചുമ്മാ ഫ്രണ്ട്സ് ഇല്ല, ചെട്ടി മാട്ടിപ്പോട അതിലും മാറാട്ടോ ഞാൻ മാറ്റിയിടാറില്ല. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ടീമിന്റെ കൂടെ ഒന്ന് മേജ് ആയിട്ട് ഇങ്ങനെ ഇത്ര നാള് സിനിമയ്ക്ക് മുമ്പ് തന്നെ വർക്ക് ചെയ്യുമ്പോൾ? അതാണ് അതിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയത്. നമുക്ക് ആ ഒരു പ്രാക്ടീസിങ് ടൈമിൽ തന്നെ എന്താ പറയാ, നാച്ചുറലി തന്നെ ഇവരായിട്ട് ജെല്ലാവാനും മിങ്കിളാവാനുള്ള ഒരു സ്പേസ് കിട്ടി. അതിനൊരു വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നല്ല ശരീരവേദനയായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഐസ് വെച്ച് തരാനോ ഒക്കെ ഇവന്മാരൊക്കെ തന്നെയാണ് അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് നമുക്ക് വേദന എല്ലാവർക്കും ഒന്നാണല്ലോ അതുപോലെ തന്നെ അതില് വേറെ കുറവും കൂടുതലൊന്നും ആരും കാണുന്നില്ല. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് കേറി പിന്നെ അങ്ങോട്ട് ഓരോ ദിവസങ്ങളും, അതായത് ഇവന് ഓൾറെഡി കബഡി അറിയാം, ഇവന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ പേരെടുത്ത് പറയേണ്ട രമേശ് മാസ്റ്റർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു പുള്ളി നമുക്ക് കൊടുത്തിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ ഇതിനകത്ത് കുറെ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് മൈൻഡ് വൈസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും ഒരു ടൈം എത്തുമ്പോഴത്തേക്ക്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബോണ്ടിങ് വന്നത് അതല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ അതിലേക്ക് ആ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ അത് അടയാളപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ സീനുകളെല്ലാം ഞങ്ങൾക്ക് ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് പാസം കാണിക്കുന്ന ഒരു സീൻ പോലും ഇല്ല പടത്തിൽ ശ്രദ്ധിച്ചറിയാം. എന്നാ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെന്ന് പലയിടത്തുനിന്നായിട്ട് എനിക്ക് റിവ്യൂല് ഞാൻ വായിച്ചത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ലേ ഫ്രണ്ട്സ് ഓക്കെ ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറെ സീനുകൾ വെച്ചിട്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം. ഇത് അങ്ങനെയൊന്നും അല്ല, വളരെ സട്ടിലായിട്ടുള്ള ചെറിയ ഷോട്ടുകളിൽ കൂടെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം